'Cause I've been living life right like I could just die any minute. Going for a ride down the side, PCH, country limit. I don't need a guide, follow lights, take me where I wanna visit. Are you alive? Or just breathing? 'Cause I've been living life right like I could just die any minute. Going for a ride down the side, PCH, country limit. I don't need a guide, follow lights, take me where I wanna visit. ഹലോ സുഹൃത്തുക്കളെ, നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത്, നമ്മളിത് മുമ്പ് ഇതിൻ്റെ ഒരു പാർട്ട് 1 ആയിട്ടൊന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് പെയിൻറ്റ് റിമൂവിങ് ഇതായിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ബുള്ളറ്റിൻ്റെ പെയിൻറ്റ് റിമൂവിങ് ചെയ്യുന്നത് എങ്ങനെയെന്നുള്ള ഒരു വീഡിയോ. അതിൻ്റെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ അത് നിങ്ങൾ കാണണം. കാരണം ഇതിൻ്റെ പെയിൻറ്റ് റിമൂവിങ് നമ്മൾ ചെയ്സും കാര്യങ്ങളുമൊക്കെ നമ്മൾ പെയിൻറ്റ് റിമൂവ് ചെയ്യുന്നൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ അത് ചെയ്തപ്പോഴേ നമ്മൾ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ബുള്ളറ്റിൻ്റെ റീസ്റ്റോറിങ് വീഡിയോ കൂടി നമ്മൾ ചെയ്യുന്നതാണെന്ന്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ബുള്ളറ്റിൻ്റെ റീസ്റ്റോർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ സാധനങ്ങളെല്ലാം എന്ത് ചെയ്യാൻ പോകുന്നു, നമ്മൾ പ്ലേറ്റിങ്ങിന് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ പ്ലേറ്റിങ് കൊടുക്കേണ്ട സാധനങ്ങളെല്ലാം നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. അതാണ് നെറ്റ് ബോൾട്ട് കാര്യങ്ങൾ, അങ്ങനെ പ്ലേറ്റിംഗ് സംബന്ധമായ എഞ്ചിൻ്റെ കവറുകൾ കാര്യങ്ങൾ എല്ലാം, ഗിയർ ബോക്സിൻ്റെ കവർ കാര്യങ്ങളെല്ലാം നമ്മളിത് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ പ്ലേറ്റിംഗും ഉണ്ട്, ബഫിങ്ങും ഉണ്ട്. അപ്പോൾ പ്ലേറ്റ് ചെയ്യേണ്ട സാധനങ്ങൾ പ്ലേറ്റ് ചെയ്യാനും ബഫ് ചെയ്യേണ്ട സാധനങ്ങൾ ബഫ് ചെയ്യാനും നമ്മൾ കൊടുക്കുന്നത് തിരുവനന്തപുരത്താണ്. അതിന് തിരുവനന്തപുരത്ത് നമ്മൾ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അവർ നന്നായിട്ട് ചെയ്യുന്ന ഒരു ടീമാണ്. അങ്ങനെ ആ സാധനങ്ങളെല്ലാം നമ്മൾ അവിടെ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് പ്ലേറ്റ് ചെയ്തിട്ട് കാണാം. പ്ലേറ്റ് ചെയ്ത സാധനങ്ങളെല്ലാം അടിപൊളിയായിട്ട് പുത്തൻ പുതിയ സാധനങ്ങളായിട്ട് ഇരിപ്പുണ്ട്. നമ്മൾ കൊടുത്ത കോലം എങ്ങനെയാണ് നിങ്ങൾ കണ്ടു. ഇപ്പം നമുക്ക് തിരിച്ച് കിട്ടിയത് എങ്ങനെയാണ് നിങ്ങൾ വീണ്ടും കണ്ടുകൊണ്ടിരിക്കുന്നു. കാരണം അത്രയും നന്നായിട്ട് അവർ അടിപൊളിയായിട്ട് പ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം പുതിയ കണക്കായിട്ടുണ്ട്. നമുക്കിനി ഇതിപ്പോൾ എല്ലാം നമുക്ക് ബുള്ളറ്റ് ഒരു അഴിച്ച് പിരുത്തിട്ടേക്കുന്ന ബുള്ളറ്റാണ്. നമുക്കിത് റീസ്റ്റോർ ചെയ്യുന്നത് എങ്ങനെയെന്നുള്ള വീഡിയോയും കൂടി നമുക്കിത് കാണണം. ഇത് മുഴുവനായിട്ട് കാണണം നിങ്ങൾ. കാരണം ഒരു ബുള്ളറ്റ് ആരാധകൻ്റെ ബുള്ളറ്റ് ആരാധകനും കൂടിയാണ്. അപ്പം ബുള്ളറ്റിൻ്റെ റീസ്റ്റോറിങ് നമുക്ക് എത്രത്തോളം എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ട. ചെയ്സ് എല്ലാം നമ്മൾ പെയിൻ്റ് അടിച്ച് നല്ല കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ പെയിൻറ്റ് റിമൂവ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. അതിൻ്റെ ഇതാണ്, അത് പെയിൻ്റ് അടിച്ചിട്ടുണ്ട്. ഫുൾ പെയിൻറ്റ് നല്ലതുപോലെ അടിച്ച് ചെയ്സ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ കുറേ സാധനങ്ങളെല്ലാം നമ്മൾ പെയിൻ്റ് അടിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സാധനങ്ങളെല്ലാം നമുക്ക് കളക്ട് ചെയ്തുകൊണ്ട് നേരെ വർക്ക്ഷോപ്പിലോട്ട് പോവാം. അപ്പോൾ നമ്മുടെ വർക്ക്ഷോപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ആലങ്കോടാണ്. ആലങ്കോട് ആണ് നമ്മൾ ഈ ബുള്ളറ്റ് റീസ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ആ സാധനങ്ങൾ അവിടത്തേക്ക് വേണ്ടി നമുക്ക് പെയിൻ്റ് അടിക്കാൻ കൊടുത്തിരിക്കുന്ന സാധനങ്ങളെല്ലാം നമുക്ക് കൊണ്ടുപോകാം. കാരണം മഴയായിരുന്നിട്ട് പോലും നമ്മൾ അതിനെയൊക്കെ ഇതാക്കിക്കൊണ്ട് കുറച്ച് ദിവസം എടുത്തു. എന്നാൽ പോലും നമ്മളത് പെയിൻ്റെല്ലാം അവിടെ അടിച്ചിട്ട് വെക്കുന്നു. അത് നല്ല ഉണക്കുണ്ടായി, നല്ല പെയിൻ്റൊക്കെ അടിച്ച് ഉണങ്ങി. കാരണം പെയിൻ്റ് അടിക്കുന്നുണ്ടെങ്കിലും നല്ല ഉണക്കുള്ള സമയത്ത് മാത്രമേ പെയിൻ്റ് അടിക്കാവുള്ളൂ. അതെല്ലാവർക്കും അറിയാമെങ്കിൽ പോലും 2 ദിവസമൊക്കെ വെയിലുള്ളത് കൊണ്ട് നമ്മുടെ പെയിൻറ്റിങ് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോയി. അപ്പോൾ ഇതാണ് നമ്മൾ പെയിൻ്റ് അടിച്ച ബുള്ളറ്റിൻ്റെ തലയൊക്കെ നമ്മൾ പെയിൻ്റ് അടിച്ച് നല്ല കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് നമുക്ക് ഇവിടെ നിന്ന് എല്ലാം കൊണ്ടുപോകാം. എല്ലാം വണ്ടിക്കകത്ത് ലോഡ് ചെയ്തിട്ട് നമുക്ക് കൊണ്ടുപോയതാ അടുത്ത ഭാഗമെന്ന് പറയുന്നത് നമ്മളത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓരോ പോർഷനായിട്ടാണ് കാണിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇത് ഒരു ദിവസം കൊണ്ട് ചെയ്തതൊന്നുമല്ല കേട്ടോ. ഇതിപ്പം 2-3 ദിവസത്തെ കാര്യമാണ് ഞാനിത് കാണിക്കുന്നത്. അപ്പോൾ അന്ന് നമ്മൾ സാധനങ്ങളെല്ലാം കൊണ്ട് കൊടുത്തു, മേശിരി ഫിറ്റിങ്സ് ആരംഭിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു ഘട്ടമാണ് ഇപ്പം എത്തി നിൽക്കുന്നത്. അപ്പോൾ ബാക്കി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോ ദിവസത്തെയും അപ്ഡേഷനായിട്ട് ഞാൻ കാണിക്കാം. ഏകദേശം നമുക്കൊരു 7-8-9 ദിവസം എടുത്തു. 10 ദിവസത്തിനകത്ത് ഏകദേശം കണക്ക് കൂട്ടുകയാണെങ്കിൽ ഒരു 10 ദിവസത്തിനകത്ത് നമുക്ക് ഫിറ്റിങ്സിന് തന്നെ വേണ്ടി വരും. കാരണം എഞ്ചിനെല്ലാം സെറ്റ് ചെയ്യണം, ഗിയർ ബോക്സ് സെറ്റ് ചെയ്യണം, ബാക്കിയുള്ള സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്യണം. പിന്നെ നമുക്ക് ബാക്കി ലൈൻ, അതായത് ഇലക്ട്രിക് വർക്കുകളുണ്ട്. ഇലക്ട്രിക് ഫുള്ള് കേബിൾ സെറ്റ് എല്ലാം ഇലക്ട്രിക്കിൻ്റെ ഇതെല്ലാം നമുക്ക് മാറേണ്ടി വരും. അപ്പോൾ അങ്ങനെ അത് എല്ലാ രീതിയിലും നമ്മൾ പുതിയതാക്കുകയാണ്. കൂടുതലും നമ്മൾ സാധനങ്ങളെല്ലാം പുതിയ സാധനങ്ങളാണ് വാങ്ങിയിട്ടുള്ളത്. പഴയത് മാക്സിമം നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ബാക്കി എല്ലാം പുതിയ വണ്ടിക്ക് സമാനമായിട്ടാണ് നമ്മൾ ഇറക്കുന്നത്. നമ്മളെ ബുള്ളറ്റ് 45 വർഷം പഴക്കമുള്ള ബുള്ളറ്റാണെന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കണം. അപ്പം അത്രത്തോളം നമുക്ക് ആ ബുള്ളറ്റ് പ്രേമി ആയതുകൊണ്ട് നമ്മൾ അത്രത്തോളം ഒരു എഫർട്ട് ഇടുകയാണ്. കാരണം സാധാരണ നമ്മൾ ആ ഒരു ബുള്ളറ്റ് അല്ലെങ്കിൽ നമുക്ക് പണിഞ്ഞെടുക്കുന്നതിന് നല്ലൊരു എമൗണ്ട് തീർച്ചയായിട്ടും നമുക്കത് ഇതായി വരും. പക്ഷേ നമുക്കൊരു ആരാധകൻ എന്നുള്ള നിലയിൽ നമ്മളതിനെയൊക്കെ അതിജീവിച്ചു കൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോകും. അപ്പം നമ്മളെ ഫിറ്റിങ്സ് അതിഗംഭീരമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. നോർമലി ഫിറ്റ് ചെയ്യണമെങ്കിൽ ഒരു 15-20 ദിവസമൊക്കെ 10-15 ദിവസമൊക്കെ എടുക്കും. 15 ദിവസമൊക്കെ വേണമെന്നാണ് മേശിരി പറഞ്ഞത്. പക്ഷേ നമുക്കൊരു ഫാസ്റ്റ് ആയിട്ടാണെങ്കിൽ പോലും 10 ദിവസം കൊണ്ട് നമുക്ക് വണ്ടി കിട്ടി.
ഇതാ ഇവിടെ ലൈനും കാര്യങ്ങളും എല്ലാം ഫുൾ സെറ്റ് മാറിയിട്ടുണ്ട്. പുതിയ വണ്ടിക്ക് സമാനമായിട്ടാണ് നമ്മൾ വണ്ടി ഇറക്കിയിരിക്കുന്നത്. പ്ലേറ്റ് ചെയ്ത സാധനങ്ങൾ അത്രയും നല്ല സാധനങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് പിന്നെ പ്ലേറ്റിങ് മാത്രം ചെയ്താൽ മതിയാവും. ബാക്കിയുള്ള മാറിയേ പറ്റുള്ളൂ എന്നുള്ള സാധനങ്ങളെല്ലാം നമ്മൾ മാറിയിട്ടുണ്ട്. അതങ്ങനെ തന്നെയാണല്ലോ, മാറിയേ പറ്റുള്ളൂ എന്ന് പറയുന്ന സാധനങ്ങൾ നമ്മൾ മാറേണ്ടി വരും. പക്ഷെ എന്നാൽ പോലും അടിപൊളിയാണ് കേട്ടോ. നമുക്ക് ഒരു സൂപ്പറാണ്. എന്ന് വെച്ചാൽ ഇത്രയും വർഷം പഴക്കമുള്ള ബുള്ളറ്റ് നമ്മൾ വീണ്ടും കെയർ ചെയ്ത് വീണ്ടും ഇതാവുക എന്ന് പറയുന്നത്, അത് മിലിറ്ററി വണ്ടിയാണ് കേട്ടോ. രജിസ്ട്രേഷൻ വണ്ടിയാണ്, ആണ്. പക്ഷേ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫിറ്റിങ്സൊക്കെ ഓരോന്നായിട്ട് ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ, സാധനങ്ങൾ ഇങ്ങനെ ഓരോന്ന് നമ്മൾ ഇളക്കിയെടുക്കുന്നതിനെക്കാട്ടിയും ബുദ്ധിമുട്ട് തന്നെയാണ് നമുക്ക് ഫിറ്റിങ്സ് എന്ന് പറയുന്നത്. ഇളക്കിയെടുക്കുമ്പോൾ നമുക്ക് പടപട എല്ലാം ഇളക്കിയിടാം. പക്ഷേ സെറ്റിങ്സ് ആകുമ്പോൾ വളരെ കരുതലോടും വളരെ ശ്രദ്ധിച്ച് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു പ്രവർത്തനം തന്നെയാണ്. കാരണം സെറ്റ് ചെയ്യുക എന്ന് പറയുന്നത് നമുക്കത് നോക്കിയും കണ്ടും എല്ലാം ഒക്കെ റെഡിയായി വരണം. അപ്പോൾ വളരെ വേഗത്തിൽ നമുക്ക് സെറ്റ് ചെയ്യണമെങ്കിൽ പോലും അത് നല്ല ടൈം എടുക്കും. കാരണം അതെല്ലാം നോക്കിയും കണ്ടും ചെയ്യാൻ പറ്റുള്ളൂ. പൊളിച്ചെടുക്കുക എളുപ്പമാണ്, പക്ഷേ നമുക്കൊന്ന് പിടിപ്പിക്കാനാണല്ലോ പാട്. അതാണ് അതിൻ്റെ ഒരു രീതി. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളാണ്. നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണണം. അപ്പോൾ നമ്മളെ വണ്ടിയുടെ എൻജിൻ കയറിയിട്ടുണ്ട്. എൻജിൻ ഇതാ കയറിയിട്ടുണ്ട്. അപ്പോൾ എൻജിൻ കയറിയാൽ മാത്രം പോരാ, ബാക്കിയുള്ള സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അങ്ങനത്തെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻജിൻ കയറി, പിന്നെ അതിൻ്റെ മുകളിലത്തെ ഹെഡും കാര്യങ്ങളും എല്ലാം കയറി. ഇനിയിപ്പം നമുക്ക് ഗിയർ ബോക്സ് കാര്യങ്ങളുടെ ഒരു ഇത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ അപ്ഡേഷൻ ഇങ്ങനെ ഇതായിക്കൊണ്ടിരിക്കുകയുണ്ടോ. ഏത് രീതിയിലിരുന്നാണ് നമ്മൾ ചേസിൽ ഇരുന്നതാണ്, നേരെ ചേസിൽ നിന്ന് ഈ ഒരു ലെവലിലോട്ട്. അങ്ങനെ നമ്മൾ ചേസിൽ നിന്ന് എൻജിനും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പതുക്കെ നമ്മുടെ വർക്കുകളൊക്കെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഓരോന്ന് പുതിയ ഐറ്റങ്ങൾ അല്ലെങ്കിൽ ബാക്കിയുള്ള പാർട്സുകൾ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കാണാം എന്തൊക്കെയാണെന്നുള്ളത്. അങ്ങനെ ഓരോന്ന് ഇങ്ങനെ കയറി നമ്മുടെ ബുള്ളറ്റ് പൂർണ്ണ സ്ഥിതിയിലോട്ട് എത്തിയിരിക്കുകയാണ്. ബാക്കി ഭാഗങ്ങളൊക്കെ അവിടെ മെഷീൻ ഇവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ, ഭയങ്കര തിരക്കുള്ളൊരു വർക്ക്ഷോപ്പാണ് കേട്ടോ. നല്ല തിരക്കെന്ന് പറഞ്ഞാൽ നല്ല തിരക്കാണ്. കാരണം നല്ല വർക്ക്ഷോപ്പ് ആയതുകൊണ്ടാണല്ലോ ഇത്രയും തിരക്ക് വരുന്നതും. നമുക്ക് തന്നെ അത് നിൽക്കുമ്പോൾ തന്നെ അവിടെ മനസ്സിലാവും. ഒന്ന് തിരിയാൻ പോലും സമയമില്ലാത്തത്ര തിരക്കിലാണ്. അങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ബുള്ളറ്റ് ആരാധകർ ഒരിക്കലും ഇത് മിസ് ചെയ്യരുത്. നിങ്ങൾ ബുള്ളറ്റിനെ സ്നേഹിക്കുന്ന എല്ലാ പേരും അവരുടെ ഗ്രൂപ്പിലോട്ടും കാര്യങ്ങളിലോട്ടും എല്ലാവരിലോട്ടും ഈ വീഡിയോ എത്തിക്കണം. കാരണം അതങ്ങനെയാണ്. കാരണം നമ്മുടെ ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്ത് വണ്ടി പുറത്തിറങ്ങി വണ്ടി ഓടിച്ച് നോക്കി. അങ്ങനെ ഇപ്പോഴും നിലവിൽ നമ്മുടെ ബുള്ളറ്റിൻ്റെ സ്ഥിതി ഇതാണ്. കംപ്ലീറ്റ് സംഭവങ്ങൾ നമ്മളത് മാറിയിട്ടുണ്ട്. പുതിയ വണ്ടിയായിട്ടുണ്ട്. 0 കിലോമീറ്റർ. അതാണ് നമ്മുടെ പരിപാടി. നമ്മുടെ പരിപാടിയല്ല, അതാണ് വണ്ടി. ഇപ്പം കംപ്ലീറ്റ് സാധനങ്ങൾ നമ്മൾ സെറ്റ് ചെയ്തു.